എന്തുകൊണ്ട് ഞാൻ 2020 ഒരു ഭാഗമായി? ഞാനിത് പറയുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കലാലയ ജീവിതത്തിൽ ഞാൻ ഒരു കറതീർന്ന രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. അന്ധമായ രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്നെ നടത്തിയിരുന്നത് ഒരു സ്വപ്ന ലോകത്താണ്. കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ സ്ഥാനത്തേക്ക് ഞാൻ മത്സരിക്കുന്ന സമയത്ത് അന്നെന്നെ എതിർത്തിരുന്നത് ഒരു SFI കാൻഡിഡേറ്റ് ആയിരുന്നു. ആ വർഷം ആ കലാലയത്തിൽ 40% പോലും ക്ലാസ് ഉണ്ടായിരുന്നില്ല. വടിവാളും വാക്കത്തിയും മറ്റ് മാരകായുധങ്ങളുമൊക്കെയായി കോളേജ് വരാന്തയിലൂടെ ഓടുന്ന നിരവധി രാഷ്ട്രീയ പ്രവർത്തകരുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയക്കാരുടെ അട്ടഹാസം നിറഞ്ഞ ഒരു കോളേജ് അന്തരീക്ഷമായിരുന്നു കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ്. എത്രയോ കുട്ടികളുടെ രക്തം ആ കലാലയ അന്തരീക്ഷത്തിൽ വീണു എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഇതെല്ലാം കണ്ട് മനം മടുത്തപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ടുള്ള എൻ്റെ ബന്ധം ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് തീരുമാനിച്ചു. എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചുകൂട്ടി ഒരു അരാഷ്ട്രീയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുവാൻ അന്ന് എനിക്ക് കഴിഞ്ഞു. കോളേജ് അന്തരീക്ഷത്തിൽ അനാവശ്യമായ സമരങ്ങൾക്ക് എന്നേക്കുമായിട്ട് വിട പറയുക എന്നതായിരുന്നു വാസ്തവത്തിൽ ഞാൻ അന്ന് ആഗ്രഹിച്ച പ്രധാന വിഷയം. എന്നാൽ എനിക്കെതിരെ അന്ന് നിലവിലുണ്ടായിരുന്ന മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കി ഞങ്ങൾക്കെതിരെ മത്സരിച്ചു. കടുത്ത പോരാട്ടം ആ കോളേജിലുണ്ടായി. എന്നാൽ ചെയർമാൻ, വൈസ് ചെയർമാൻ ഉൾപ്പെടെ 18 സീറ്റിൽ 12 സീറ്റ് വാങ്ങിക്കൊണ്ട് ആ വർഷത്തെ കോളേജ് യൂണിയൻ ഞങ്ങൾ പിടിച്ചെടുത്തു. ആ വർഷത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അധ്യാപക സമരം കൊണ്ട് 3-4 മാസം കേരളത്തിലെ മുഴുവൻ കോളേജുകളും അടച്ചിട്ടൊരു വർഷമായിരുന്നു 79-80 കാലയളവ്. എന്നാൽ കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിൽ അരമണിക്കൂർ പോലും സമരം ചെയ്യുകയില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കോളേജ് യൂണിയൻ ചെയർമാൻ എന്ന നിലയിൽ അന്ന് സുവ്യക്തമായ ഒരു കാഴ്ചപ്പാട് എനിക്കുമുണ്ടായിരുന്നു. ആ നിലയിൽ ആ ഒരു സാധ്യായ വർഷം അരമണിക്കൂർ പോലും കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിൽ സമരത്തിനായിട്ട് മാറ്റിവെച്ചിരുന്നില്ല എന്ന് പറയുന്നത് ഒരുപക്ഷെ അന്ന് ഒരു ചരിത്ര സംഭവമായിരുന്നു. 1985 ഞാൻ ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്യുന്ന സമയത്ത്
മുൻപ് ഞാൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നുകൊണ്ട് പല പ്രേരണകളും എന്നെ തേടിയെത്തി, സ്ഥാനങ്ങളും എത്തി. എന്നാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ചട്ടുകമായി ജീവിതത്തെ മാറ്റുകയില്ല എന്നുള്ള ഉറച്ച തീരുമാനം മറ്റ് ഇതര സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പ്രേരകമായി എന്ന് ഞാൻ ഈ അവസരത്തിൽ സന്തോഷത്തോടെ ഓർക്കുകയാണ്. എന്നാൽ ചുരുക്കം നാളുകൾക്ക് മുമ്പാണ് 2020 എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ എനിക്ക് കഴിഞ്ഞത്. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ ഞാൻ കിഴക്കമ്പലത്തേക്ക് യാത്ര ചെയ്തു. അവിടെ കണ്ട നിരവധി ആളുകളുമായിട്ട്, ആ നാട്ടുകാരുമായിട്ട്, ജീവിതത്തിൻ്റെ പല രംഗത്തുമുള്ള ആളുകളുമായിട്ട് പരിചയപ്പെടുന്നതിനും ഈ 2020യെക്കുറിച്ച് സംസാരിക്കുന്നതിനുമൊക്കെ എനിക്ക് അവസരം ലഭിച്ചു. എന്നാൽ അവിടെ കണ്ട കാഴ്ചകൾ എനിക്ക് അവിശ്വസനീയമായിരുന്നു. ഞാൻ കേട്ടതൊന്നുമല്ല, അതിനേക്കാൾ എത്രയോ ഉപരിയാണ് ആ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കണ്ടറിയുവാൻ, തൊട്ടറിയുവാൻ എനിക്ക് അവസരം ലഭിച്ചു. 2020 നടത്തുന്ന ഭക്ഷ്യ സുരക്ഷാ സ്ഥാപനത്തിൽ കടന്നു ചെല്ലുവാൻ എനിക്ക് അവസരമുണ്ടായി. എനിക്ക് സങ്കല്പിക്കുവാൻ പോലും കഴിയാത്ത നിലയിലായിരുന്നു ആ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഏറ്റവും കുറഞ്ഞത് 50% സബ്സിഡിയിൽ മുഴുവൻ സാധനങ്ങളും ലഭിക്കുന്ന ഒരു സ്ഥാപനം. അവിടെ കാർഡുള്ള എല്ലാവർക്കും ഏറ്റവും മേൽത്തരമായ ഭക്ഷ്യ വിഭവങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നു എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വിഷയം. ഒരുപക്ഷേ ലോകത്തിലാദ്യമായിട്ടായിരിക്കാം ഇത്ര ക്രമീകൃതമായ നിലയിൽ ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്ക് ഇത്ര കുറഞ്ഞ ചിലവിൽ, വിലയിൽ ഭക്ഷണ സാധനങ്ങൾ അവർക്ക് വാങ്ങുവാനായിട്ട് കഴിയുക. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഒരു സാധാരണ കുടുംബത്തിന് 2000 രൂപയുണ്ടെങ്കിൽ ഒരു മാസം സുഖമായിട്ട് സുഭിക്ഷമായിട്ട് ജീവിക്കുവാനുള്ള മുഴുവൻ സാധനങ്ങളും വാങ്ങിക്കൂട്ടുവാൻ ആ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ നിന്ന് അവർക്ക് ലഭിച്ച് കഴിഞ്ഞിരുന്നു. നിരവധി രാജ്യങ്ങളിൽ, ഏതാണ്ട് 32 രാജ്യങ്ങളോളം സന്ദർശിക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള എനിക്ക് ലോകത്ത് മറ്റൊരിടത്തും ഇതുപോലൊന്നുണ്ടോ എന്ന് എൻ്റെ അറിവിൽ എനിക്ക് കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അവിടെ ഞാൻ കണ്ട പലരോടും സാബു ജേക്കബിനെ കുറിച്ചും 2020യെക്കുറിച്ചും ചോദിച്ചറിഞ്ഞു. എല്ലാവർക്കും അതേക്കുറിച്ച് പറയുവാൻ 100 നാവുകളായിരുന്നു. ഒരു കോർപ്പറേറ്റ് മുതലാളിയോട് പൊതുജനത്തിനുള്ള അഭിപ്രായം നമുക്ക് സാധാരണഗതിയിൽ ഊഹിക്കാവുന്നത് മാത്രമാണ്. എന്നാൽ ഒരേ സ്വരത്തിൽ ആ നാട്ടുകാർ പറഞ്ഞു, ഞങ്ങൾ സാബു സാറിനും കുടുംബത്തിനും വേണ്ടി
എന്നും പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രാർത്ഥനയിലെല്ലാം ആ വലിയ മനുഷ്യൻ ഉണ്ടാകും. കാരണം ആ വലിയ മനസ്സാണ് ഞങ്ങളെയൊക്കെ ഇന്ന് ഈ നിലയിൽ ജീവിക്കുവാൻ സഹായിക്കുന്നത്. തുടർന്ന് ഞാൻ അവരുടെ മെഡിക്കൽ ഷോപ്പിലേക്ക് പോയി. 50 മുതൽ 90% വരെ സബ്സിഡി ഇനത്തിൽ ബ്രാൻഡഡ് മെഡിസിൻസ് കൊടുക്കുന്ന ഒരു സ്ഥാപനം. വാസ്തവത്തിൽ ഞാൻ അത്ഭുതത്തോടെയാണ് അത് കണ്ടത്. അവിടെ ഭൂമിക്ക് മാത്രമാണ് ആകാശത്തോളം വില ഉയർന്നിരിക്കുന്നത് എന്ന് കണ്ട് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. ആ പഞ്ചായത്തിൽ ഒരു തുണ്ട് ഭൂമിയുണ്ടെങ്കിൽ അവർക്കും ആ സൗജന്യങ്ങൾ നേടിയെടുക്കാം എന്ന ചിന്തയാകാം അവിടുത്തെ ഭൂമിയുടെ വിലയുടെ ഇത്ര കുതിച്ചു കയറ്റം എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. മാത്രവുമല്ല, റോഡും തോടും പാടശേഖരങ്ങളും എല്ലാം മറ്റൊരു ലോകത്ത് ചെല്ലുന്ന പ്രതീതി ഉളവാക്കുന്ന രീതിയിൽ അത്രമാത്രം മനോഹരമായിട്ട് സൂക്ഷിക്കുവാൻ 2020 എന്ന ആ പ്രസ്ഥാനത്തിന് ആ പഞ്ചായത്തുകളിൽ കഴിഞ്ഞു എന്നത് അത്ഭുതത്തോടെയാണ് ഞാൻ കണ്ടുനിന്നത്. നമുക്കറിയാം, കട്ടുമുടിച്ച് കേരളം സാധാരണക്കാർക്ക് താമസിക്കുവാൻ കൊള്ളാത്ത ദുരന്ത ഭൂമിയാക്കി മാറ്റിയ കർഷകർക്ക്, ദുരന്ത ഭൂമിയാക്കി മാറ്റിയ രാഷ്ട്രീയക്കാർക്ക് വാസ്തവത്തിൽ ഈ നില തുടരുന്നത് അവരുടെയൊക്കെ വ്യക്തി താല്പര്യങ്ങൾക്ക് അങ്ങേയറ്റം വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള നീചമായ അഭിപ്രായ പ്രകടനങ്ങളും ചില കോണുകളിൽ നിന്ന് കേൾക്കുവാനായിട്ട് ഇടയായി. അതൊക്കെ 100% രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് എനിക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ പ്രസ്ഥാനത്തോട് മുഖം തിരിക്കുക എന്നത് ആത്മഹത്യാപരമാണ് എന്ന് എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സാക്ഷി എന്നോട് പറഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, കോളേജുകളിലേക്ക് കടന്നു പോകുന്ന വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷാകർത്താക്കന്മാർ അവർ പോയ നിലയിൽ തന്നെ തിരിച്ചു വരുമോ എന്ന് ഭയപ്പെട്ട് കഴിയേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കേരളത്തിൻ്റെ അന്തരീക്ഷം എന്ന് നാം അറിയുന്നത്. നമ്മുടെ നാടിനെക്കുറിച്ചുള്ള എല്ലാ അഭിമാനവും നമുക്ക് നഷ്ടപ്പെടുത്തുന്ന ദുഃഖകരമായിട്ടുള്ള അനുഭവമാണ്. കേരളത്തിലെ പുതിയ തലമുറ, ആ പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ കൂട്ടത്തോടെ വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണ്. ഭാഗ്യാന്വേഷികളായി അവർ മറ്റു രാജ്യങ്ങളെ അഭയപ്പെടുകയാണ്. പഠിച്ചവർക്ക് ജോലിയില്ല, പാർട്ടിക്കാർക്ക് പിൻവാതിലിൽ കൂടി നിയമനം ലഭിക്കുന്നു, PSC വെറും നോക്കുകുത്തിയായിട്ട് നിൽക്കുന്നു. സാധാരണക്കാർക്ക് അവരുടെ മക്കളെ പഠിപ്പിക്കുവാനോ വളർത്തുവാനോ അവരുടെ ഭാവി ഉറപ്പാക്കുവാനോ ഒരിക്കലും കഴിയാത്ത ദുഃഖകരമായ ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മരുന്നുകൊണ്ട് മാത്രം ജീവിക്കുന്ന എത്രയോ രോഗികൾ അമിതമായ മരുന്നിൻ്റെ വില നൽകുവാൻ കഴിയാതെ മരണത്തിന് കീഴടങ്ങുന്ന ചിത്രം നമുക്കറിയാം. അത് നമ്മുടെ കൺമുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ അതുപോലെ തന്നെ പകലന്തിയോളം പാടുപെടുന്ന പാവപ്പെട്ടവൻ്റെ
ആഹാരത്തിന് അവന് ലഭിക്കുന്ന കൂലി കൊണ്ട് ഒരിക്കലും പര്യാപ്തമല്ലാത്ത നിലയിൽ വിലക്കയറ്റം അതിൻ്റെ അത്യുച്ച കോടിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നാം താമസിക്കുന്നത്. നമുക്കറിയാം, പൊതുവിതരണ ശൃംഖലയ്ക്ക് വേണ്ടി എത്രയോ കോടികളാണ് ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടുള്ളത്. അതെല്ലാം ഈ രാഷ്ട്രീയ പാർട്ടികൾ കട്ടുമുടിച്ചത് മുഖാന്തരം പൊതുവിതരണം പാടെ തകരാറിലാകുവാൻ തക്കവണ്ണം കാരണമായി എന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ വാസ്തവത്തിൽ എങ്ങനെ ഒരു സമൂഹത്തെ ഉയർച്ചയുടെ പടികൾ ചവിട്ടിക്കയറാൻ പ്രേരിപ്പിക്കാമെന്നതിൻ്റെ ഏറ്റവും വലിയ, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ കിഴക്കമ്പലത്ത് കണ്ടത്. മാത്രവുമല്ല, ഈ പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തോട് ഞാനും ചേർന്ന് നിന്നില്ല എങ്കിൽ കാലം എനിക്ക് മാപ്പ് തരികയില്ല എന്ന് ഉള്ള ഉൾവിളിയാണ് 2020 ഒരു ഭാഗമായി മാറുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് നാം കള്ളം പറഞ്ഞ് പരത്തുമ്പോൾ നമ്മുടെ മനസ്സാക്ഷിക്കറിയാം ഇത് പിശാചുക്കളുടെ നാടാണ്. കൊള്ളയും കൊലയും തട്ടിപ്പും വെട്ടിപ്പും നടമാടുന്ന ഭ്രാന്താലയം. അപ്പോഴും അതിന് കാരണക്കാരാരാണ് എന്ന് ചിന്തിക്കുവാനുള്ള ആ ചിന്താശക്തി നമ്മളിൽ വളർത്തിയെടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ രാജ്യത്തെ കൊള്ളയടിച്ച ഈ രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരായിട്ട് ശക്തിയായി സർവശക്തിയോടും കൂടി മുന്നോട്ട് വരുവാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം നമ്മുടെ കടമ മാത്രമാണ്. ഞാൻ 2020 കണ്ടത് എല്ലാ കാലത്തും ഓരോ സാഹചര്യങ്ങളിൽ തിന്മ അതിൻ്റെ എല്ലാ ശക്തിയിലും ജനസമൂഹത്തെ മുഴുവനും അമർച്ച ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഒരു കാര്യപരിപാടിയാണ് അവർക്ക് മോചനം നൽകുവാനുള്ള പുതിയ പ്രവർത്തനങ്ങളുമായിട്ട് മറ്റു ചിലരെ എഴുന്നേൽപ്പിക്കുക എന്നത്. ആ വലിയ പ്രവർത്തനത്തിന്, ദൗത്യത്തിന് ചുക്കാൻ പിടിക്കുവാൻ സാബു ജേക്കബ് എന്ന ആ വലിയ മനുഷ്യന് കഴിഞ്ഞു എങ്കിൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കൃത്യമായി പരീക്ഷണശാലയിൽ എങ്ങനെ ഒരു വസ്തുത കണ്ടുപിടിച്ച് അത് പ്രാവർത്തികമാക്കി അത് ജനങ്ങളുടെ മുമ്പാകെ പ്രയോജനപ്പെടുന്ന തരത്തിലാക്കി കൊണ്ടുവരുവാനായിട്ട് കഴിയുന്നു, അത് പ്രായോഗികമാക്കി കാണിച്ച ഒരു പ്രസ്ഥാനമാണ് 2020. നമുക്കറിയാം, പല രാഷ്ട്രീയക്കാരും മോഹനസുന്ദര വാഗ്ദാനങ്ങൾ വാരിക്കോരി കൊടുക്കുന്നുണ്ട്. അതിലൊന്നുപോലും നിർവഹിക്കാൻ കഴിയാതെ മരീചികയെ തേടി അലയുന്ന ജനസമൂഹത്തിന് ദാഹജലം ഊറ്റിക്കൊടുക്കുവാൻ പര്യാപ്തമായ 2020 എന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തോട് കൂടെ നിൽക്കുവാനുള്ള ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഘടകം. മറ്റെല്ലാ വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക്
എൻ്റെ വ്യക്തിപരമായ കോൺട്രിബ്യൂഷൻ അത് ഈ സമയത്ത് ഈ സത്യത്തിൻ്റെ നീതിയുടെ പാതയിൽ നിൽക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക, ഈ നാടിൻ്റെ ശാപകരമായ അനുഭവത്തിൽ നിന്ന് ഈ നാടിനെ രക്ഷിക്കുവാൻ നമുക്കൊന്നിച്ച് അണിചേരാം. ആ നിലയിൽ 2020 എന്ന ആ വലിയ പ്രസ്ഥാനം എല്ലാ സീമകളെയും അതിലംഘിച്ചുകൊണ്ട് അതിക്രമിച്ചുകൊണ്ട് കടന്ന് ചെന്ന് ജനസമൂഹത്തിന് വലിയ ഒരു വിടുതലിൻ്റെ അനുഭവം ഉണ്ടാക്കിക്കൊടുക്കുവാൻ നമുക്ക് അണിചേരാം, നമുക്കൊന്നിച്ചു നിൽക്കാം. വലിയവനായ ദൈവം നമ്മെ ആ നിലയിൽ ആവശ്യമായ ശക്തി നൽകട്ടെ. നമുക്കൊന്നിച്ചു നിൽക്കാം, നമുക്കൊന്നിച്ചു പോരാടാം. അങ്ങനെ പുതിയ ഒരു യുഗത്തിലേക്ക് കേരളത്തെ നമുക്ക് നയിക്കാം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.